ഈ ഡ്രം സീഡർ കൊണ്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതായത് നമുക്ക് 1 സ്ക്വയർ മീറ്റർ സ്ഥലം എടുക്കും. 1 സ്ക്വയർ മീറ്ററിൽ നമ്മൾ 15 നെല്ലുവിത്ത് അവിടെ ഉണ്ടായി എന്ന് വിചാരിക്കുക. നമ്മുടെ ഡ്രമ്മിൻ്റെ ഒരു ഹോളിൽ നിന്ന് വീഴുന്നത് 5 മുതൽ 8 വിത്ത് വരെ ആയിരിക്കും ഒരു ഹോളിൽ നിന്ന് വീണോണ്ടിരിക്കുക. അപ്പോൾ അതിന് വിത്തിൻ്റെ കാലിന് നീളം കൂടിക്കഴിഞ്ഞാൽ ഈ വിത്ത് വീഴുന്നത് കുറയും. അതുകൊണ്ടാണ് മകുടം പൊട്ടുക മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. അതിന് വേറൊരു ഗുണമുണ്ട്. നെല്ലിൻ്റെ ആദ്യത്തെ വേര് തന്നെ നമ്മുടെ മണ്ണിൽ ഇറങ്ങി കിട്ടിയാൽ അവിടുന്ന് ഒരു ഓട്ട മത്സരത്തിന് ഓടാൻ നിൽക്കുന്നതിനൊക്കെ അത്രയും ഒരു എനർജി ലെവൽ ആ വിത്തിന് കിട്ടുകയാണ്. ആദ്യത്തെ വേര് തന്നെ, അത് ആദ്യം വേരാണോ വരുന്നത്, നെല്ലിന് വിത്തിന് ആദ്യം വേരാ ഉണ്ടാകുന്നത്, അതിന് ശേഷമേ മുള വരത്തുള്ളൂ, വേരാ പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഇറങ്ങുന്ന വേര് ആദ്യം തന്നെ ഈ മണ്ണിലേക്ക് ഇറങ്ങണം. അവിടുന്ന് നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടുക. അതിനുശേഷം 5-ാമത്തെ ദിവസം ഫസ്റ്റ് ഇല വരും. 5-ാമത്തെ ദിവസം ഫസ്റ്റ് ഇല വരും നെല്ലിന്. അതുവരെ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ നമ്മളെക്കാളും ടെൻഷൻ ഈ കരയ്ക്കൂടെ പോകുന്നവർക്കായിരിക്കും. അപ്പോൾ വിതച്ചിട്ട് കണ്ടത്തിലൊന്നുമില്ല. അപ്പോൾ ഒരു സന്ധ്യയ്ക്ക്, ഒരു 4-ാം ദിവസം സന്ധ്യയൊക്കെ ആകുമ്പോൾ ഒന്ന് ടോർച്ച് അടിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ലൈനായിട്ട് നെല്ല് നിൽക്കുന്നതാണ്. അതോടെ നമ്മൾ സേഫായി. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് കളനാശിനി അടിയാണ്. കളനാശിനി അടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗങ്ങളിൽ ഏത് കളയാണോ ഉള്ളത് കറക്റ്റ് ആ കളയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുള്ള കൃത്യമായിട്ടുള്ള മെഡിസിൻ യൂസ് ചെയ്യണം. അപ്പം ഇതിനകത്ത് എല്ലാ കളകളെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ വരിനെല്ലിനെ ഒഴികെ വരിയുള്ള കണ്ടങ്ങളിലാണെങ്കിൽ നമുക്ക് ഇതിട്ട് കഴിഞ്ഞാൽ, സ്വന്തം നിലമാണെങ്കിൽ നിങ്ങളുടെ കണ്ടത്തിൽ വരിയുണ്ടെങ്കിൽ അത് 12 വർഷം കഴിഞ്ഞാലും എന്ന് മണ്ണിളകി അത് മേളി വരുന്നോ അത് കിളുത്തിരിക്കും, അത് നശിച്ചു പോകത്തില്ല. ഒന്നുകിൽ അതിനെ കിളിപ്പിച്ച് നശിപ്പിക്കുക, അല്ലെങ്കിൽ പറിച്ചു മാറ്റുക. പക്ഷേ ഈ ഡ്രമ്മിന് നമ്മളിങ്ങനെ വിത്തിടുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ കൃത്യമായ അകലങ്ങളിൽ നിൽക്കുന്ന കാരണം കൊയ്ത്ത് വരെ നമുക്ക് ഈ നെല്ലിനകത്തൂടെ ഇറങ്ങി നടക്കാൻ പറ്റും. നിര തെറ്റി നിൽക്കുന്ന മുഴുവൻ കളയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്കതിനെ പറിച്ച് ഒഴിവാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ നമ്മൾ പവർ വീഡർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നതൊക്കെ ബാബുവേട്ടനൊക്കെ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മണ്ണിൽ സക്സസ് ആയിരിക്കും. കുട്ടനാട്ടിൽ ഈ ചേറാട്ടം കൂടുതലായ കാരണം അത് എന്താണെന്ന് അറിയില്ല. അത് പരീക്ഷിച്ചാൽ അതിൻ്റെ പുറകെ നമുക്ക് പോകാൻ പറ്റും. ഞങ്ങൾ അതിൻ്റെയും പുറകെയാണ്. ഇനി അടുത്തത്, നമ്മൾ ഈ 50 കിലോ വിത്ത് വിതയ്ക്കുമ്പോൾ കണ്ടമാനം ഈ ചീര വാഗി നിൽക്കുന്ന കണക്ക് നെല്ല് നിൽക്കും. നെല്ലിന് ഒരു രീതിയിലും അങ്ങോട്ട് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥ വരും. അപ്പം അവിച്ചിൽ പല പല രോഗങ്ങൾ പെട്ടെന്ന് കയറി പിടിക്കും. നമുക്കൊരു 20 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് ചെടി റിലാക്സ് ആയിട്ട് നിൽക്കുക. ഇനി അടുത്ത പറയാം.